നമ്മളിപ്പോൾ പോകുന്നത് ശ്രീമതി ദീപ അനിലിലേക്കാണ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ദീപ നേരത്തെ നവിയോട് സംസാരിക്കാനായി കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഇതിലുള്ളത് യുവത്വം അതിരുവിടുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ ചർച്ചയ്ക്ക് കീഴിലേക്ക് വരും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇത് പ്രധാനമായി. ശരിക്കും ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ശ്രീമതി നവ്യ ഹരിദാസിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് BJPയും മഹിളാ മോർച്ചയും ശ്രീമതി നവ്യയുമൊക്കെ ഇന്നത്തെ യുവതയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പുറകെ വടിയുമായിട്ടും ചൂലുമായിട്ടും പോകേണ്ട അത്രയും തരംതാണ സാംസ്കാരിക നിലവാരമുള്ളവരാണോ അവർ? അല്ല, മയക്കുമരുന്ന് അവിടെ കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപും ഈ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സമീപവാസികളായിട്ടുള്ളവർ അറിഞ്ഞിരുന്നു എങ്കിൽ ഈ രീതിയിലായിരുന്നു അവരൊരു പ്രതിഷേധം നടത്തേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എങ്കിൽ ഈ രീതിയിൽ നടന്ന ഒരു സമരത്തിനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടത്? അവരെ തിരുത്തുകയാണോ വേണ്ടത്? ഇത് തെറ്റാണെന്ന് സ്വയം മനസ്സിലായിട്ടും അവിടെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ഞങ്ങൾ മഹിളാ മോർച്ചക്കാരല്ല അവിടെ വന്നത്, പക്ഷേ ഞങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഹിളാ മോർച്ചക്കാർ എവിടെയാ ഉള്ളത്? ഇവിടെ നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും മഹിളാ മോർച്ച എന്നൊരു സംഘടന ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മറ്റ് വനിതാ സംഘടനകൾ പോലെ. അപ്പോൾ അവിടെ വന്ന ആൾക്കാരെ പിന്തുണ കൊടുത്തുകൊണ്ട്, അവർ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എന്ത് മോശത്തരത്തിനും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ലേ? ഇത് കേരളമാണ് സംസ്ഥാനം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ ഉത്തർപ്രദേശിൽ നടക്കണ പോലുള്ള ഏകാധിപത്യ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളോ മറ്റ് സംഘടനകളോ അനുവദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് പറയുന്നു. നിങ്ങൾ പറയുന്നു യുവത എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ ഒരു ഡാർക്ക് സ്പോട്ടാണ് പല സ്ഥലങ്ങളും. നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ഒരു പ്രദേശത്തെ മുഴുവൻ കാറ്റഗറൈസ് ചെയ്യുവാണോ? ഇത് മോശം പ്രദേശമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നവരെല്ലാവരും മോശക്കാരാണ്? ഇന്ന് അവിടെ കണ്ട ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതിൽ അവിടെ സാധാരണക്കാരായ മറ്റാൾക്കാർ, അവിടെ കൗമാരക്കാരായിട്ടുള്ളവരെല്ലാം മറ്റുള്ളവരെ പോലും ഇവർ ചൂലുമായിട്ട് ചെല്ലുകയും അവരൊക്കെ തന്നെ ഇവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ കണ്ടത് ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം വെച്ചേക്കുവാണ് BJPയുടെ നേതാക്കന്മാർ. എന്നിട്ട് ഇതിനെ പിന്തുണയ്ക്കുകയാണ്. ഞങ്ങളുടെ ഇതിൽ വന്നതിൽ എന്നിട്ട് എടുത്തു പറയുകയാണ്, എവിടെയും വർഗീയത തിരികെ കയറ്റുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നതിൽ തട്ടമിട്ടവരുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നവർ പർദ്ദ ഇട്ടവരുണ്ട്, അവിടെ വന്നവർ കുറിയിട്ടവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വർഗീയത വിളമ്പിക്കൊണ്ട് ഈ രീതിയിൽ ഇതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് തീർച്ചയായിട്ടും BJPയുടെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനുള്ള കൃത്യമായ ഉദാഹരണമാണിത്. ഇത് ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മറൈൻ ഡ്രൈവിൽ നടന്ന ഒരു സദാചാര പോലീസിങ്ങിന്റെ ഒരു ഫലം എന്താണെന്ന് കേരളം കണ്ടതാണ്. അന്ന് ചുംബന സമരം പോലുള്ള DYFI പോലുള്ള സംഘടനകൾ എന്താണെന്ന് കാണിച്ചു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമായിരുന്നു അവിടെ അതിലും വലിയ സദാചാര വിരുദ്ധത നടന്നത്. അപ്പോൾ അതിന് വീണ്ടും സാക്ഷിയായി ഇതൊരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി BJPക്കാർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണിത്. അല്ലാതെ ഇത് കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നിയമ സംവിധാനം ഉണ്ടെന്നറിയാം. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു, എന്നിട്ടും പോലീസ് അതിൽ കേസെടുത്തില്ല എന്ന് ഇപ്പോൾ ശ്രീമതി നവ്യ പറയുന്നു. എന്തുകൊണ്ട് മഹിളാ മോർച്ച അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സമരം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയില്ല? ഇങ്ങനെ സദാചാര വിരുദ്ധത അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പലതവണ ജനങ്ങൾ അവിടെയുള്ള സമീപവാസികൾ പ്രദേശവാസികൾ കംപ്ലൈന്റ് ചെയ്തിട്ടും പോലീസ് ഇടപെടുന്നില്ല എന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലേക്കോ ഒരു സമരം നടത്താൻ എന്തുകൊണ്ട് മഹിളാ മോർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ സംഘടന തയ്യാറായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ BJP എന്ന് പറയുന്ന സംഘടന തയ്യാറായില്ല? അപ്പോൾ കുറേ സ്ത്രീകളെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള BJPയുടെ തന്ത്രം, അതിന് ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് മീഡിയ അട്രാക്ഷൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും അപരിഷ്കൃതമായ രീതിയിൽ കേരള സമൂഹം ഒന്നടങ്കം ലജ്ജിക്കേണ്ട രീതിയിൽ ചൂലുമായിട്ട് അവിടെ സ്ത്രീകൾ പോയത്. ഞാൻ പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നുണ്ടല്ലോ, അവിടെ അവർ പോയിട്ട് ഏത് കടപ്പുറത്താണ് ഇരിക്കുന്നത്, ഏത് മണപ്പുറത്താണ് ഇരിക്കുന്നത്, നിങ്ങളിവിടെ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണോ? അങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ മോശമായി പോവുകയാണോ? ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം മുതിർന്നവർക്കും സമൂഹത്തിനും പോലീസിനുമുണ്ട്. പക്ഷേ അത്
ആ നിയന്ത്രണത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ നിയന്ത്രിക്കാവൂ. ഇന്നത്തെ കുട്ടികളാണ്, കുട്ടികളുടെ പ്രായം എന്താണ്? നിങ്ങൾ രഞ്ജിനി മാഡം ചോദിച്ച പോലെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചൂലുകൊണ്ടും വാളുകൊണ്ടും ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അനുസരിക്കുമോ? നാളെ ഇവരിതിനപ്പുറമായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ നാളെ വേറൊരു സ്ഥലത്ത്. അവർക്ക് അവബോധം കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പോലീസ് ഉണ്ടല്ലോ അവിടെ, പോലീസ് നോക്കി നിൽക്കെ ആയിരുന്നല്ലോ ഇന്ന് ഈ സ്ത്രീകളുടെ പ്രകടനം. അപ്പൊ പോലീസ് എന്താണ് ചെയ്തത് അവിടെ? അപ്പൊ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ തകരാറുമുണ്ട് ഇതിൽ. പോലീസ് നോക്കി നിൽക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും ഇവിടെ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ ചൂലെടുത്ത് സമരം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പല റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ആൾക്കാരെ ഇവിടെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു, ഡിവൈഎഫ്ഐയുടെ ആൾക്കാരെ അവിടെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ ദിവസേന പത്രം തുറക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ളവർ മുഴുവൻ ചൂലുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ ജനങ്ങൾ കൂട്ടായി ചേർന്നുകൊണ്ട് പലയിടത്തും മീറ്റിങ്ങുകൾ കൂടി ഓരോ സമിതികൾ, ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. അവർ ചെയ്യുന്നത് ഇത് നമ്മൾ മോണിറ്റർ ചെയ്യുക, സാധാരണക്കാരായ ജനങ്ങളും അത് മോണിറ്റർ ചെയ്യുക, അതിനുള്ള അവബോധം കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുക? അതിനടുത്തുള്ള ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? സ്കൂളുകളിലൊക്കെ മയക്കുമരുന്ന്, സ്കൂളിന്റെ പരിസരങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു എന്നുള്ള വ്യാപകമായ റിപ്പോർട്ട് ഒരു 6 മാസം മുമ്പ് വളരെ വ്യാപകമായ ഒരു റിപ്പോർട്ടിംഗ് വന്നിരുന്നല്ലോ. ആ സമയത്ത് എന്താ ഇതുപോലെ ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് തൊട്ടടുത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കച്ചവടക്കാരെ ഉൾപ്പെടെയുള്ളവരെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അത് വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള അവിടെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോകുന്നു. അതിന് പകരം സ്കൂളുകളിലൊക്കെ അമ്മമാര് ചൂലുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?